ശങ്കരലിംഗം നമ്പി നാരായണൻ. मैं इसलिए आया हूँ क्योंकि मेरे साथ जो हुआ वो इस देश में किसी और के साथ नहीं होना चाहिए. കേരളത്തിൽ നമ്പി നാരായണൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൃത്യമായി അറിയാം. ഇന്ന് തമിഴ്നാട്ടിൽ ഒരു പുതിയ റോക്കറ്ററി എന്ന് പറയുന്ന സിനിമ പോലും അദ്ദേഹത്തിന്റെ കഥയെ ആസ്പദമാക്കി ഇറങ്ങാൻ പോവുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച കേസ്. 1994 ദേശദ്രോഹി എന്ന അദ്ദേഹത്തിന് മുദ്രകുത്തി. രണ്ട് സ്ത്രീകൾ മുഖേനയാണ് അദ്ദേഹത്തിലേക്ക് കേസ് പോകുന്നത്. ശരിക്കും അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ്? ആരാണ് നമ്പി നാരായണൻ? കഴിഞ്ഞ 28 വർഷങ്ങളായി നമ്പി നാരായണനെ വേട്ടയാടുന്നത് എന്താണ്? 1941 ഡിസംബർ 12 തമിഴ്നാട്ടിലെ നാഗർകോവിൽ ജനിച്ചു. ബിരുദ പഠനത്തിന് ശേഷം ISROയിൽ അദ്ദേഹത്തിന് 1966 ജോലി ലഭിക്കുന്നു. ISROയിൽ നിന്നുകൊണ്ട് തന്നെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും അദ്ദേഹം MTech കരസ്ഥമാക്കുന്നു. അതിനുശേഷം അദ്ദേഹം അമേരിക്കയിൽ നാസയിൽ നിന്നും ഫെലോഷിപ്പ് വാങ്ങുന്നു. 10 മാസത്തോളം അദ്ദേഹം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിന് ജോലി വാഗ്ദാനവും കിട്ടും. किलोग्राम के खिलौना बनाकर खुश हो रहे हैं सर. ये रॉकेटरी नहीं है, पपेटरी है. इन रॉकेट्स के जरिए हमें कमर्शियल सैटेलाइट्स लॉन्च करने होंगे. कमर्शियल सैटेलाइट लॉन्च मार्केट जो आने वाले दिनों में $1 ट्रिलियन मार्केट है, उसका हमें हिस्सा बनना पड़ेगा. എന്നാൽ അദ്ദേഹം അമേരിക്കയോട് ജോലി നിരസിച്ച് വീണ്ടും ഇന്ത്യയിലെത്തുന്നു. ISROയിൽ ജോലി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സയന്റിസ്റ്റുമാരിൽ ഒരാളായി അദ്ദേഹം വേഗത്തിൽ വളർന്നു. 1992 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സൈറോജനിക് ഫ്യൂവൽ എഞ്ചിൻ റഷ്യയുമായി ഉണ്ടാക്കിയ കരാറിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ 1992 ഇന്ത്യ റഷ്യയുമായി ഒരു കരാറിൽ ഒപ്പിടുന്നു. സൈറോജനിക് ഫ്യൂവൽ എഞ്ചിൻ എന്ന് പറയുന്ന എഞ്ചിൻ ഉൽപാദനം ചെയ്യുന്നു ഇന്ത്യയിൽ നിന്ന്. അതിൽ ടെക്നോളജി കൈമാറ്റം ചെയ്യുന്നത് റഷ്യയുമാണ്. ഇതിന് നേതൃത്വം നൽകുന്നത് നമ്പി നാരായണൻ. പ്രോജക്ട് ഡയറക്ടർ ഓഫ് ക്രയോജനിക്, പ്രോജക്ട് ഡയറക്ടർ ഓഫ് സെക്കൻഡ് സ്റ്റേജ്, പ്രോജക്ട് ഡയറക്ടർ ഓഫ് ഫോർത്ത് സ്റ്റേജ്, അസോസിയേറ്റ് പ്രോജക്ട് ഡയറക്ടർ PSB. എന്നാൽ അമേരിക്ക ഇത് ഒട്ടും ആഗ്രഹിക്കുന്നില്ല. കാരണം അമേരിക്ക വിറ്റുകൊണ്ടിരുന്നതിന്റെ 1/4 വിലക്കാണ് റഷ്യ ഇത് ഇന്ത്യക്ക് കൈമാറുന്നത്. നാളെ ഇത് ഇന്ത്യ ചെറിയ വിലക്ക് വിൽക്കുകയും ചെയ്യും. ഫ്രാൻസ്കെ കൂട്ടിട്ട് പോയി ഫ്രഞ്ച് എവിടെ ബെറ്ററാണ് എഞ്ചിൻ ബിൽഡ് പണ്ണത്. അമേരിക്കൻസോട് മൂക്കുകടിയിലെ ക്രയോജനിക് എഞ്ചിൻ റഷ്യയിൽ നിന്ന് കടത്തിട്ട് വന്നത്. ആ സമയത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് W. ബുഷ് ആയിരുന്നു. അദ്ദേഹം റഷ്യയോട് ബാൻ ചെയ്യുന്നു, ഇതുമായി നിങ്ങൾ മുൻപോട്ട് പോകാൻ പാടില്ല. അങ്ങനെ അമേരിക്കയുടെ പ്രഷറിന്റെ പുറത്ത് റഷ്യ ഈ കരാറിൽ നിന്നും പിന്മാറും. അങ്ങനെ 1992 തന്നെ ഈ കരാറിൽ നിന്നും റഷ്യ പിന്മാറി. എന്നാൽ അതിനുശേഷവും ഫ്രാൻസ്, സ്കോട്ട്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ പുതിയ കരാറുകൾ ഉണ്ടാക്കും. എന്നാൽ 1994 വലിയ ഒരു സംഭവ വികാസം ഉണ്ടാവുകയാണ്. മാൽദ്വീപ് സ്വദേശികളായ 2 സ്ത്രീകൾ, മറിയം റഷീദ, ഫൗസിയ ഹസൻ, ഇവർ രണ്ടുപേരും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ പക്കലെത്തുന്നു. അവരുടെ വിസ, അവർ മാൽദ്വീപ് സ്വദേശികളാണ്. അവർ കഴിഞ്ഞ കുറെ കാലങ്ങളായി തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അവരുടെ വിസ തീർന്നിരിക്കുന്നു. ഇനി അവർ തിരിച്ചു പോകണമെങ്കിൽ വിസ വേണം. അതുകൊണ്ട് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ തിരുവനന്തപുരത്ത് എത്തിയ സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിക്കുന്നു. അവരുടെ പക്കൽ നിന്നും പോലീസിന് ലഭിച്ചത് ISROയിലെ വളരെ കോൺഫിഡൻഷ്യൽ ആയ ചില രഹസ്യങ്ങളാണ്. ഇത് നൽകിയത് നമ്പി നാരായണനാണെന്നും നമ്പി നാരായണനും കൂട്ടാളികളുമാണെന്നും ഈ സ്ത്രീകൾ പോലീസിനെ ധരിപ്പിക്കുന്നു. അതേമാതിരി ഒരു മനുഷ്യനെ തല തൂക്കം മുടിയ തലവ് കടിച്ചു കൊല്ലണം അവർക്ക് ദേശദ്രോഹിങ്ങനെ പട്ടം കൊടുത്താൽ മട്ടും പോകും. വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഏകദേശം 50 ദിവസത്തോളം പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ തുടരുന്നു. മർദ്ദനങ്ങൾ തുടരുന്നു. അങ്ങനെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ, ഇന്ത്യയിലെ മാധ്യമങ്ങൾ, പോലീസുകൾ, അങ്ങനെ ലോകം മൊത്തം ചർച്ചയാകുന്ന കേസായി ഈ ചാരക്കേസ് മാറി. 50 ദിവസത്തിന് ശേഷം കേരള സർക്കാർ ഈ കേസ് CBIയിലേക്കാണ്. അങ്ങനെ കേസിനെ പറ്റി CBI വലിയ രീതിയിൽ പഠനം നടത്തുന്നു. ചോദ്യം ചെയ്യൽ തുടരുന്നു. 1966 2 വർഷങ്ങൾക്ക് ശേഷം CBIയുടെ വിധി പറയുന്നു, ഈ കേസിന് യാതൊരുവിധ തെളിവുകളുമില്ല, ഇവർ കുറ്റക്കാരല്ല എന്നും ഇവരെ വെറുതെ വിടണമെന്നും CBI കോടതി വിധി നൽകുന്നു. എന്നാൽ 1997
കേരളത്തിലെ സർക്കാർ മാറുന്നു, ഇടതുപക്ഷ സർക്കാരാണ്, നായനാരാണ് മുഖ്യമന്ത്രി. അങ്ങനെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. ഈ കേസ് പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെടുന്നു. സുപ്രീം കോടതി വീണ്ടും 98 വിധി പുറപ്പെടുവിക്കുന്നു. ഈ കേസ് അടഞ്ഞ അധ്യായമാണ്, ഇവർ കുറ്റക്കാരല്ല. അങ്ങനെ 2013 നവംബർ 3 അദ്ദേഹം വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. ഈ കേസിലെ പ്രതികളെ തിരിച്ചു കൊണ്ടുവരണം, ഈ കേസിലെ പ്രതികളെ പിടികൂടണം. ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയാണ് അല്ലെ, ദേശദ്രോഹം കുറ്റമാണ് അദ്ദേഹത്തിന്റെ പേരിൽ അന്ന് ചുമത്തിയത്. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് കൃത്യമായി കണ്ടുപിടിക്കണം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ യുവാക്കളെ ഈ കേസ് നിരുത്സാഹപ്പെടുത്തും എന്നും പറയും. 2018 സുപ്രീം കോടതി 3 അംഗ ബെഞ്ചിനെ ചുമതലപ്പെടുത്തുന്നു. ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വീണ്ടും ഇതിന്റെ പിന്നിലുള്ളവരെ കണ്ടുപിടിക്കുവാനും പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. 2018 തന്നെ വിധി പുറപ്പെടുവിക്കുന്നു. അദ്ദേഹത്തിന് ഉണ്ടായ മാനസിക പീഡനത്തിന് ഉള്ള ഒരു പ്രത്യുപകാരം എന്ന നിലയിൽ 50 ലക്ഷം രൂപ നൽകണമെന്ന് ഈ ബെഞ്ച് തീരുമാനിച്ചു. ഇതിനു പുറമെ കേരള സർക്കാരും 2018 അദ്ദേഹത്തിന് 1,30,00,000 രൂപ നൽകി. 2019 ജനുവരി 26 ഭാരതം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകുകയും ചെയ്തു. ഇതെല്ലാം നൽകിയപ്പോഴും ഈ വലിയ ഒരു തുക അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറയുമ്പോഴും ഇന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സയന്റിസ്റ്റിന്റെ ഭാവി ഇല്ലായ്മ ചെയ്തത് ആരെന്ന ചോദ്യത്തിന് മറുപടിയില്ല. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്പി നാരായണനെതിരെ തെളിവ് നൽകിയ ഫൗസിയ ഹസൻ തുറന്നു പറഞ്ഞിരിക്കുന്നു, എനിക്ക് നമ്പി നാരായണനെ അറിയില്ലായിരുന്നു. പോലീസ് നിർബന്ധിച്ചതിന്റെ പേരിലാണ് ഞാൻ അങ്ങനെ ഒരു പേര് പറഞ്ഞതെന്നും ആ പേര് പോലും എനിക്കറിയില്ലായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ വീഡിയോയുടെ പുറയിൽ നിന്ന് നമ്പി നാരായണൻ എന്ന് ആരോ എഴുതി കാണിച്ചതിന്റെ പുറത്താണ് ഞാൻ ആ പേര് പറഞ്ഞതെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് നൽകിയ ഒരു ഇന്റർവ്യൂ പറയുന്നു. They were asking me to tell, I gave them money, dollars, when they are giving documents. I was ഞങ്ങൾ നൽകിയ ഡോളറിന് പകരമായി അദ്ദേഹം ഹൈലി കോൺഫിഡൻഷ്യൽ ആയുള്ള രഹസ്യം ഞങ്ങൾക്ക് കൈമാറിയെന്നും പറയാൻ പോലീസാണ് പറഞ്ഞതെന്നും പറയും. ഞാനത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ മകളെ എൻ്റെ മുമ്പിൽ വെച്ച് ബലാത്സംഗം ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞിരുന്നുവെന്നും അവർ പറയുന്നു. ഇതാണ് ശരിക്കും 94 മുതൽ ഒരിക്കലെങ്കിലും കേൾക്കാറുള്ള ചാരക്കേസിന്റെ കഥകൾ. വീണ്ടും നല്ല വീഡിയോകളുമായി കടന്നു വരാൻ ശ്രമിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.